കൊച്ചിയിൽ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നൃത്തത്തിലുള്ള ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയുള്ള പരിപാടിക്കിടയിലാണ് ഉമാ തോമസ് MLAക്ക് വീണ് പരിക്കേറ്റത്. അവർ സ്റ്റേജിൽ നിന്ന് താഴെ വീഴുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ എല്ലാവരും കൈകഴുകുകയാണ് ചെയ്യുന്നത്. ഇതേപോലൊരു സംഭവമാണ് ഡിസംബർ 4 ഹൈദരാബാദിൽ നടന്നത്. അല്ലു അർജുൻ, സിനിമാ നടൻ അല്ലു അർജുന്റെ പുഷ്പ 2 സിനിമ, ആ പുഷ്പ 2 സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിൽ അദ്ദേഹം തന്നെ നേരിട്ട് പങ്കെടുക്കുന്നു. അതോടുകൂടി അവിടെ ജനത്തിരക്കുണ്ടാവുന്നു. ആ തിക്കിലും തിരക്കിലും വിട്ട് ഒരു സ്ത്രീ മരിക്കുകയാണ്. 35 വയസ്സുകാരെ സ്ത്രീ മരിക്കുന്നു. അവരുടെ 8 വയസ്സുള്ള മകന് ഗുരുതരമായി പരിക്കേൽക്കുന്നു. അപ്പൊ ഇതോടെ അവിടെ എന്താ സർക്കാർ ചെയ്തത്? അല്ലു അർജുനെ തന്നെ അറസ്റ്റ് ചെയ്യാണ്, കേസെടുത്തു. അപ്പൊ ഇതേ ഒരു സംഭവമാണ് എവിടെ നടക്കുന്നത്? കൊച്ചിയിൽ നടക്കുന്നത്. 10,000-കണക്കിന് പേർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. കേരളത്തിന് പുറത്തുള്ള ആളുകൾ വരുന്നു, ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾ വരുന്നു, മന്ത്രിമാർ പങ്കെടുക്കുന്നു, MLAമാർ പങ്കെടുക്കുന്നു. പക്ഷെ യാതൊരു സുരക്ഷാ ക്രമീകരണമില്ലാതെയാണ്, അല്ലെങ്കിൽ സുരക്ഷാ പാളിച്ച അവിടെ ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ കുറെ ആളുകളെ ചോദ്യം ചെയ്തു. എന്താണ് ചെയ്തതെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. ചോദ്യം ചെയ്ത ആളെ ജാമ്യത്തിൽ വിട്ടു എന്നാണ് പറയുന്നത്. ഇവിടെ ഒരാൾ മരിച്ചില്ല എന്നുള്ളത് ഒരു കാര്യമാണ്, അതൊരു ഭാഗ്യം. പക്ഷേ MLAക്ക് ഗുരുതരമായ പരിക്കേറ്റു. ഇവിടെ സർക്കാർ എപ്പോഴും ചെയ്യുന്നത് ഒരു അന്വേഷണം നടത്തുന്നു, അല്ലെങ്കിൽ ഒരു സംഭവത്തിന് ശേഷം ചില വിശദീകരണങ്ങൾ നടത്തുന്നു, ചിലർക്കെതിരെ നടപടിയെടുക്കുന്നു. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചകൾ വരാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ എന്താണ് ചെയ്യാത്തത്? ഇതിന് നിയമങ്ങളില്ലേ? വലിയൊരു പരിപാടി നടത്തുന്ന സമയത്ത് ആ സ്റ്റേജിന് സുരക്ഷ വേണ്ടേ? അപ്പം ഈ ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ GCDA എന്ന് പറയുന്ന അതോറിറ്റിയുടെ കീഴിലാണ് ഈ സ്റ്റേഡിയം ഉള്ളത്. അതിന്റെ ചെയർമാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അവരാണ് ഇതിന് അനുമതി കൊടുക്കേണ്ടത്. അപ്പൊ അനുമതി തേടിയിട്ടില്ലെങ്കിൽ നടപടി എടുക്കേണ്ടത് ആരാണ്? അപ്പൊ ഇത്തരത്തിലുള്ള വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ആയിരക്കണക്കിന് പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരിൽ നിന്നൊക്കെ പണം വാങ്ങി കോടികൾ പിരിച്ച് വലിയ ഷോകൾ നടത്തുകയാണ്. അപ്പൊ ഈ നടത്തുന്ന സമയത്ത് സാധാരണക്കാരനായ ആളുകൾക്ക്, അല്ലെങ്കിൽ സാധാരണക്കാർക്കും പ്രമുഖ വ്യക്തികൾക്കൊക്കെയാണ് അപകടം സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ സുരക്ഷാ വീഴ്ച കാര്യമായിട്ട് ഉണ്ടാവുകയാണ്. ഓരോ പരിപാടി നടക്കുന്ന സമയത്തും ആ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്ന സമയത്ത് അതിനെതിരെ ചില നടപടി എടുക്കുന്നു എന്നല്ലാതെ, അല്ലെങ്കിൽ ചിലർ അറസ്റ്റ് ചെയ്യുന്നു, ചിലർ ജാമ്യത്തിൽ വിടുന്നു, 1-2 ദിവസം പത്രത്തിൽ വാർത്തകൾ വരുന്നു, അതില്ലാതാവുന്നു. അതല്ലാതെ നാളെ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ഈ സുരക്ഷാ വീഴ്ച ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ആളുകൾ, ആ ആളുകൾ ജാഗ്രത പാലിക്കാത്തതാണ് അതിന്റെ കുഴപ്പം. ഇതിന്റെ സർക്കാർ മെഷീനറി അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ നാളെയും ഇത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്.